ഞാൻ ഫർസാന. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക, ഓൾ വീഡിയോ ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടേസ്റ്റ് ആയിട്ടുള്ള കപ്പലണ്ടി മുട്ടായിയാണ്. ചെറിയൊരു മുതൽ വലിയൊരു വരെ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മുട്ടായിയാണ് കടല മുട്ടായി. അതിന് വേണ്ടത് 1.5 കപ്പ് കടലയാണ്. അത് ഞാൻ വറക്കാത്ത കടലയാണ് എടുത്തേക്കുന്നത്. ശർക്കര ഒരു 3.5 അച്ച് ശർക്കരയാണ് എടുത്തേക്കുന്നത്. പഞ്ചസാര ആഡ് ചെയ്തിട്ട് മുട്ടായി ഉണ്ടാക്കാം, ശർക്കര ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഞാൻ ഇവിടെ ശർക്കര ആഡ് ചെയ്തിട്ടുള്ള കപ്പലണ്ടി മുട്ടായിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഒരു ചീഞ്ചട്ടിയിൽ നമുക്ക് കടല വറക്കാം. സാധാരണ നമ്മൾ കടല വറക്കുമ്പോൾ ഉപ്പുവെള്ളം ചേർത്തിട്ട് അല്ലെങ്കിൽ കല്ലുപ്പ് ചേർത്തിട്ടൊക്കെയാണ് നമ്മൾ വറക്കുക. അപ്പോൾ ഇവിടെ കപ്പലണ്ടി മുട്ടായി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുത്താൽ മതി. നമ്മൾ ഇതിൻ്റെ തൊലി അടർന്ന വരണേന് നമ്മളിത് നന്നായി വറുത്തെടുക്കേണ്ടത്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കടല മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെ കടല ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളൊരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഫോയിൽ പേപ്പർ ഞാൻ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കാം. അതിന് ആദ്യം ഒരു പാൻ ചൂടായി വരുമ്പോൾ ഒരു 3.5 അച്ച് ശർക്കര നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മെൽറ്റ് ചെയ്യാൻ വെക്കുക. നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് ഒരു സ്റ്റിക്കി ഫോം ആകുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് സമയം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു തരി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് നോക്കിയാൽ തണുത്ത് കഴിഞ്ഞാൽ സ്റ്റിക്കി പോലെ ഉണ്ടെങ്കിലാണ് അതിൻ്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മെൽറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ നമ്മളിത് ചില ഭാഗമൊക്കെ നമുക്ക് കരിയും. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെക്കുക. ഇത് കറക്റ്റ് ആയാൽ നമുക്ക് ഇനി നമ്മുടെ കപ്പലണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം. കപ്പലണ്ടി ആഡ് ചെയ്യുന്ന ഫോയിൽ പേപ്പറിൽ കുറച്ചൊന്ന് എണ്ണ തടവാം. നമ്മളിത് മുന്നേ തന്നെ റെഡിയാക്കി വെക്കണം ഫോയിൽ പേപ്പറൊക്കെ. പിന്നെ അതിന് ശേഷം മെൽറ്റ് ചെയ്ത ശേഷം നമ്മൾ റെഡിയാക്കണമെങ്കിൽ അപ്പോഴേക്കും നമ്മുടെ കടയിലും ശർക്കരയൊക്കെ കട്ടായി പോകും. അപ്പോൾ മുന്നേ തന്നെ റെഡിയാക്കി വെക്കുക. ചൂടാറുന്നതിന് മുന്നേ നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് അത് പരത്തിയിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ബോൾസ് ആണ് ആക്കുന്നത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കപ്പലണ്ടി മുട്ടായി റെഡി ആയിട്ടുണ്ട്. നമുക്ക് പഞ്ചസാരം വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.